നമുക്കപ്പം ജിജു അല്ലെ, ജിജു ജോൺ. ഇന്നത്തെ ദിവസം എല്ലാ ആക്ടേഴ്സും ഇപ്പൊ തിയേറ്ററിൽ പോയി ഇത് കാണുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയിൽ നിന്ന് നമുക്ക് ജിജു ജോണിനെ മാത്രം കിട്ടി. ജിജു ജോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്ന ഒരു ക്ലൂ കൊടുക്കാം നമുക്ക്. തീർച്ചയായിട്ടും. ഞാൻ ഒരു ലൂസിഫർ സിനിമയിൽ 45 crores എന്ന് പറഞ്ഞ ഒരു ഞെട്ടലിൽ ശ്രീ ജിജു 45 കോടി അല്ലേ, 45 കോടി ഒരു മെസ്സേജിൽ കിട്ടിയ ആളാണ്. ഒരു 45 കോടി ഒറ്റ മെസ്സേജിൽ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഹൈഫൈ നമ്മളെല്ലാം ബ്ലാക്ക് ആണ്. എന്താണ് അവിടുത്തെ ആവേശം? ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാനും തിയേറ്ററിലേക്ക് പോവാണ്. 9:30 ഇവിടുത്തെ ഷോ XT സ്ക്രീനിൽ. ഹൗസ്ഫുൾ. I'm watching it in Austin, Texas. യൂസിൽ തന്നെ എനിക്ക് ഏകദേശം 300 പരം സ്ക്രീനിലാണ് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. ഇറ്റ്സ് അൺപ്രസിഡന്റഡ് കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് റിസപ്ഷൻ ഫോർ ദിസ് ഫിലിം. ഞങ്ങൾ ഈ കേരളത്തിലെ ആവേശം നമ്മൾ പങ്കുവെക്കുകയായിരുന്നു. ജിജു വർഷങ്ങളായി അവിടെയുള്ള ഒരാളാണെന്ന് നമുക്കറിയാം. ഇതിനു മുൻപ് ഒരു സിനിമയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഈ തരത്തിലുള്ള ഒരു സ്വീകരണം? ഒരിക്കലുമില്ല. അന്യഭാഷ ചിത്രങ്ങൾ ചിലപ്പം ഉണ്ടാവാം. പക്ഷേ മലയാളത്തിൽ നിന്നൊരു സിനിമ എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. ഈ ലെവലിലുള്ള ഒരു എന്താ പറയാ, അതിനുള്ള സ്വീകാര്യതയും അത്രയും എക്സൈറ്റ്മെന്റും, അതും ഈ പറഞ്ഞ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ ഞാനിപ്പോ റിപ്പോർട്ടെല്ലാം വായിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പം ബാംഗ്ലൂർ സിറ്റിയിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ബാംഗ്ലൂർ സിറ്റിയിലാണെന്ന് ഏറ്റവും കൂടുതൽ ഷോസ്, ലൈക്ക് 1000 ഷോസ്. അതേപോലെ തന്നെ ബാക്കി US-ലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ലോകത്തെല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷവും ആബ്സല്യൂട്ട്ലി ആൻ ഓണർ. പക്ഷെ അതിലുപരി ഒരു മലയാളി എന്ന നിലയിലും ഒരു മലയാളി പ്രേക്ഷകൻ എന്ന നിലയിലും നമ്മുടെ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി ഇത് എന്താ പറയാ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നെനിക്ക് വിശ്വാസമുണ്ട്. ജിജുവിനെ ഓൺ സ്ക്രീൻ കണ്ട ആളുകൾക്ക് ഒരുപക്ഷെ അത്ര അറിയുന്നുണ്ടാവില്ല. ഇപ്പം ഈ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളും കൂടിയാണ്. അവിടെ അമേരിക്കയിലെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ കാത്തു വെച്ചിരിക്കുന്നത്, എന്തൊക്കെ വിഷ്വൽസ് ഉണ്ട്, എന്തൊക്കെ വിസ്മയങ്ങളുണ്ട്. മോഹൻലാലിന്റെ സ്വന്തം വാക്ക് വിസ്മയങ്ങളുണ്ടെന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്, ഇങ്ങനെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് കൂടെ വന്നതിനെ പറ്റി? അതെ. അപ്പൊ ഇതില് എനിക്ക് ആക്ടിങ് ശരിക്കും പറഞ്ഞാല് ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ എന്റെ ക്യാരക്ടർ സഞ്ജീവ് എന്നുള്ള ക്യാരക്ടറിന്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. പക്ഷേ എമ്പുരാനിൽ എനിക്ക് വേറൊരു നല്ലൊരു അവസരം കിട്ടിയത് ഇതിന്റെ ലൈൻ പ്രൊഡക്ഷൻ, US-ലെ ഷൂട്ടിന്റെ ലൈൻ പ്രൊഡക്ഷൻ എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു കാര്യം കൂടെ പറയാം. താങ്കളുടെ സ്ക്രീൻ സ്പേസ് കുറവാണെന്ന് പറയരുത്. കാരണം കർഷകനല്ലേ മാഡം ഒന്ന് കളപറിക്കാൻ ഇറങ്ങിയതാ എന്ന ലാലേട്ടന്റെ ഡയലോഗ്, ആ സീന് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ട് ഒരിക്കലും എടുക്കാത്ത, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് താങ്കൾ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്ത ആളാണ്. താങ്ക് യു. ഞാൻ പറഞ്ഞ എമ്പുരാനില് അതിന്റെ സ്ക്രീൻ സ്പേസ് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനൊരു ചരിത്ര സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് യൂഷ്വലി വെൻ വി സേ ഒരു ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ക്ലീഷയായിട്ട് നമുക്കത് വേർഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഈ സിനിമ ശരിക്കും മലയാള എന്താ പറയാ സിനിമയുടെ തലവര മാറ്റി എഴുതാൻ പോകുന്ന ഒരു സിനിമയാണ്. ദിസ് ഇസ് റിയലി ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ്. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിന്റെ മേക്കിങ്ങും പിന്നെ പല പല ലൊക്കേഷൻസ്, വളരെ വളരെ ദുർഘടം പിടിച്ച ലൊക്കേഷൻസും പിന്നെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൊക്കേഷൻസും US-ൽ മാത്രമല്ല UK-ല്, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റില് പലയിടത്തും, പിന്നെ ഇന്ത്യയിൽ തന്നെ പലയിടത്തും. അപ്പൊ ഞാനിതിന്റെ US-ൽ ഞാൻ നേരിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി പല ലൊക്കേഷനിലെയും അതിന്റെ റഷസ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, എനിക്കത് വാക്കുകൾ കൂടെ പറഞ്ഞിരിക്കാൻ പറ്റും. അത് നമുക്ക് ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ടാണ് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡും അതിന്റെ ഒരു ഗ്രാൻഡറും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓഫ്കോഴ്സ് ഇതിന്റെ തലപ്പത്ത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു വിഷണറി ഡയറക്ടർ. പൃഥ്വിരാജിന്റെ ഇപ്പോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഹി ഹാഡ് എ വിഷൻ ടു ടേക്ക് ഇൻ മലയാളം സിനിമ ടു ദ ഗ്ലോബൽ സ്ക്രീൻ, റൈറ്റ്? തീർച്ചയായും ആ ഒരു വിഷൻ ആണ് ഇപ്പം പൂർത്തിയായിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റും, ടെക്നിക്കലി എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ ദേ ഗേവ് ദ വെരി ബെസ്റ്റ്. അപ്പൊ നമ്മൾ കാണുമ്പോൾ സ്ക്രീനിൽ നമ്മൾ ഒരു സീൻ കാണുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതെല്ലാം ഒരുമിച്ച് വന്നാല് ആ സീനിനൊരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു ഹോൾസംനെസ് കിട്ടും. അപ്പൊ ആ കാര്യത്തില് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയാണ് ഇത്. നിങ്ങൾ ഓരോ സീനും ടെക്നിക്കലി ആബ്സല്യൂട്ട്ലി ബ്രില്യന്റ്, ആസ് ക്ലോസ് ടു പെർഫെക്ഷൻ എന്നാണ്.
ജിജു, താങ്കൾ പൃഥ്വിരാജുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്ത് ഈ പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷനിലും ഒക്കെ ജോലി ചെയ്ത ആളാണ്. അതിന്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ. അദ്ദേഹത്തിന് ഒരു വളരെ സ്ട്രെയിറ്റ് ആണ്. അദ്ദേഹത്തിന് ഈ കൂടെ ജോലി ചെയ്തവരൊക്കെ പറയുന്നത് എന്താണ് ആവശ്യമെന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തും. അത് കിട്ടുകയും വേണം. അങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അതായത് എല്ലാ മേഖലകളിലും എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ജിജുവിന്റെ ഒരു അനുഭവം എന്താണ്? അത് വളരെ ശരിയാണ്. പൃഥ്വിയായിട്ട് ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ഞാൻ പൃഥ്വിയായിട്ടാണ്, രണം എന്നുള്ള സിനിമ ഞങ്ങൾ അങ്ങനെ ആദ്യം ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതിൽ നിന്നാണ് പൃഥ്വി എനിക്ക് ഈ ലൂസിഫർ സിനിമയിലേക്കുള്ള റോൾ എനിക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം ലൂസിഫറിലാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരന്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അത് ഒരു പക്ഷേ ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ട് നമ്മൾ മാറ്റുന്നതായിരിക്കും. അത് പുള്ളിക്കാരന് വളരെ വ്യക്തമായ ധാരണ, അതായത് ഫിലിം മേക്കിങ്ങിനെ പറ്റി വളരെ വ്യക്തമായ ധാരണ, അതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ടെക്നിക്കലി എവറി സിംഗിൾ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ പുള്ളിക്കാരൻ ഒരു എഡിറ്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹി ഹാസ് ഡൺ ഓൾ ദ ഹോം വർക്ക് ബിഫോർ കമ്മിങ് ടു ദ സെറ്റ്. പിന്നെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ കൺഫ്യൂഷൻ. യുനോ, ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഷോട്ടോ എക്സ്ട്രാ എടുക്കില്ല, ഒരു എക്സ്ട്രാ പ്രോപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടേക്കോ അങ്ങനെ ഒന്നും. അത്രയ്ക്ക് ഞാൻ ആക്ച്വലി യുഎസിലെ ഒരു അനുഭവം ഞാൻ എന്റെ ഫിലിം ഫ്രട്ടേണിറ്റിയിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഒരു കൗതുകമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ ആദ്യത്തെ ലൊക്കേഷൻ ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. ഒരു പ്രിസൺ, ഒരു അൺഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രിസൺ ഞങ്ങളത് കൺവേർട്ട് ചെയ്ത് വേറെ ലൊക്കേഷനാക്കി. അപ്പം പൃഥ്വി അവിടെ നാട്ടിൽ നിന്ന് ഷൂട്ടിന്റെ തലേന്നാണ് എത്തുന്നത്. സോ ഹി ഡിഡ്ന്റ് ഹാവ് എ ടൈം ടു സിറ്റ് വിത്ത് ദ ടെക്നിക്കൽ ക്രൂ ഫ്രം US ടു ഗിവ് എ ബ്രീഫിംഗ് ഓർ എനിത്തിങ്. പക്ഷെ പുള്ളിക്കാരൻ ഷൂട്ടിന്റെ ദിവസം ഹി കംസ് ടു ദ സെറ്റ്, വിത്തിൻ 7 minutes ആദ്യത്തെ ഷോട്ട് എടുക്കുകയാണ്. വിത്തിൻ 7 minutes. അപ്പൊ ഇവിടെ ഞങ്ങൾ ഹയർ ചെയ്ത ടെക്നിക്കൽ ടീംസ് ഒക്കെ, ബ്രില്യൻ ടെക്നീഷ്യൻസ്, അവരൊക്കെ എന്താ പറയാ, they were absolutely impressed. ആ ലെവലിലുള്ള ഒരു കൃത്യത, അത് ഇറ്റ്സ് unparalleled. ഞാൻ പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പല ഡയറക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരാരെയും കുറച്ച് കാണുകയല്ല, പക്ഷേ പൃഥ്വി അറ്റ് എ ഡിഫറെന്റ് ലെവൽ ഓൾ ടുഗദർ ആസ് എ ക്രാഫ്റ്റ്മാൻ. നമ്മൾ ഓർക്കേണ്ടത് ജിജു, പൃഥ്വിയുടെ 3ാമത്തെ സിനിമയേ ആയിട്ടുള്ളൂ. വെറും 3 സിനിമയുടെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ ഒരു പ്ലാനിങ്, ഒരു പക്ഷേ ലൂസിഫർ വരുമ്പോൾ തന്നെ എംപുരാനിലെ പ്ലാനിങ് അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ കാസ്റ്റും ക്രൂവും എല്ലാം പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ US കാസ്റ്റിംഗ് ഒക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ്. ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാസ്റ്റിംഗ്, ഒരു കോംപ്രമൈസും ഇല്ലാത്ത പ്രൊഡക്ഷൻ. അപ്പൊ ആ രീതിയിൽ US ഈ കാസ്റ്റിംഗിലേക്കൊക്കെ വന്നാൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ക്രൂ സൈഡിലേക്കൊക്കെ വന്നാൽ എങ്ങനെയായിരുന്നു നിങ്ങൾ ഹയർ ചെയ്തത്? Right. So that's a very good point. കാസ്റ്റിംഗിനെ പറ്റി പറഞ്ഞത്, സാധാരണ ഈ അന്യഭാഷ ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ബോളിവുഡിലൊക്കെ ആണെങ്കിൽ അവര് ഇന്റർനാഷണൽ സ്റ്റാർസിനെ കൊണ്ടുവരാറുണ്ട്, റൈറ്റ്? പക്ഷെ അത് പലപ്പോഴും ആ സിനിമയുടെ ഒരു പ്രൊഫൈൽ കൂട്ടാൻ വേണ്ടി, ഒരു വിപണനത്തിന് വേണ്ടി മാത്രമായിരിക്കും സാധാരണ അത് വരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ തന്നെ എന്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ ജെറോം ഫ്ലിൻ ഫോർ എക്സാമ്പിൾ, ഗെയിം ഓഫ് ത്രോൺസിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്ത് ഇന്റർനാഷണലി പോപ്പുലർ ആയ കക്ഷി, പുള്ളിക്കാരൻ ആ റോളിലൊക്കെ കാസ്റ്റ് ചെയ്തേക്കുന്നത് അത് ആപ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ അത് കാരണം ഒരു ബിസിനസ് എന്താ പറയുക, പടത്തിന്റെ പ്രൊഫൈൽ കൂടുന്നത് ഒരു സെക്കൻഡറി ഓർഡർ ആയിട്ട് വരും, റൈറ്റ്? പിന്നെ സാധാരണ എല്ലാ സിനിമകളും നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രൈമറി കാസ്റ്റിംഗ്, സെക്കൻഡറി കാസ്റ്റിംഗിലാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേന് അത്ര ശ്രദ്ധ കൊടുക്കാറില്ല, കാരണം അതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ എംപുരാനിൽ ഞാൻ നേരിട്ടുണ്ടൊരു കാര്യം, ഇതിന്റെ പ്രൈമറി, സെക്കൻഡറി, തേർഡ് കാറ്റഗറി അതിനോടൊപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാൻ പോലും എന്തുമാത്രം സമയം, എന്തുമാത്രം ഡീറ്റെയിലിംഗ് അവർ ചെലവാക്കുന്നതാണ്. ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ മിസ്റ്റർ നിർമ്മൽ സാദർ, എന്റെ അടുത്തൊരു സുഹൃത്താണ്, രണം കുമാരി എന്ന സിനിമകളുടെയൊക്കെ ഡയറക്ടർ. അപ്പൊ പുള്ളിക്കാരന്റെ ടീമും പിന്നെ ബാബ ഹു ഇസ് ദ അസോസിയേറ്റ് ഡയറക്ടർ, ഇവരൊക്കെ എന്തുമാത്രം സമയമാണ് അതായത് ഒരു 100-150 പിക്ചേഴ്സ് സോർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും അതിൽ നിന്ന് ഒരു 5 പേരെ ചിലപ്പോൾ സെലക്ട് ചെയ്യും. അപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു ലൈൻ പോലും ഇല്ലാത്തൊരു ഒരു റോളായിരിക്കും, ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന റോളായിരിക്കും, അല്ലെങ്കിൽ ഒരു പാസിംഗ് ഷോട്ട് ആയിരിക്കും. പക്ഷെ അതുപോലും വ്യക്തമായിട്ട് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് ഉള്ളത്, അതായത് ആ ഫിസിക് എന്തായിരിക്കണം, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, ലുക്ക് എന്തായിരിക്കണം, ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ലെവലിലുള്ള ഡീറ്റെയിലിംഗ്, ഇപ്പൊ താങ്കൾ മുമ്പേ പറഞ്ഞു ഇതിന്റെ ടെക്നീഷ്യൻസ്, അവര് ഇതിനെപ്പറ്റി ഇത്രയും വാചാകാറുള്ള കാരണം ആ ലെവലിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് പൃഥ്വി എന്ന് പറഞ്ഞ ഒരു വിഷണറി ഡയറക്ടർ, ഹീസ് ദെയർ ടു ഗൈഡ് ദം. എന്താണ് ഓരോ സീനിനും ഓരോ ഷോട്ടിനും വേണ്ടി എന്നുള്ള വ്യക്തമായിട്ടൊരു ധാരണ പൃഥ്വിക്കുണ്ട്.
and the rest of the team essentially executed that. നമ്മള് പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞു, മോഹൻലാലിനെ കുറിച്ച് കൂടി പറയണം. ലാലേട്ടനെ കുറിച്ച് പറയണം. എന്താ പറയേണ്ടത്? അതാണ് ഞങ്ങളുടെ സംശയം. എന്താണ് ലാലേട്ടനെ കുറിച്ച് പറയേണ്ടത്? താങ്കളുടെയൊക്കെ ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് നാപ്പത്തിയൊന്നില്ല, അദ്ദേഹത്തിന്റെ ഫോണിൽ 45 crores കിട്ടിയ ആളാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ, വിസ്മയത്തോടെ, അസൂയയോടെ താങ്കളെ കൂടി കാണുന്നതിന്റെ കാരണം അതാണ്. ലാലേട്ടൻ എങ്ങനെയായിരുന്നു അമേരിക്കയിൽ? ലാൽ അമേരിക്കയിൽ എന്ന പഴയ സിനിമയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് വിസ്മയം എന്നൊക്കെ പറഞ്ഞത് അതൊരു അതിശയോക്തി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ലൂസിഫറിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹമായിട്ട് സ്ക്രീൻ പങ്കിടാൻ ഒരു ഷെയറിന്റെ അവസരം കിട്ടി. അത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. ഒരു ആക്ടർ എന്നുള്ള അഭിനേതാവ് എന്ന നിലയിൽ പുള്ളിക്കാരന്റെ ആ ഒരു സീനിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അതൊക്കെ എനിക്ക് കണ്ടു പഠിക്കാനും അല്ലെങ്കിൽ അതിന് ഇൻസ്പയർ ചെയ്യാനും പറ്റും. അപ്പൊ അന്ന് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എംബ്രാനിലേക്ക് വന്നപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷനുള്ള ഭാഗമായതുകൊണ്ട് ലാലേട്ടനോട് ഞാൻ മിക്കവാറും ഫുൾ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്രയും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരാളില്ലെന്ന് വേണേൽ പറയാം. ഒരു ഡിമാൻഡ്സും ഇല്ല, ഒന്നുമില്ല. നമുക്ക് തന്നെ തോന്നും ഇത് ഇത് എന്തുമാത്രം ആരാധനയോടെ ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ അവരിങ്ങനെ നോക്കിക്കാണുന്ന ഒരാള് എങ്ങനെ ഇത്രയും എന്താ പറയാ അക്കോമഡേറ്റിംഗ് ആയിട്ട് ഇത്ര വിനയാന്വിതനായിട്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം വെരി പ്രൊഫഷണൽ ആസ് വെൽ, റൈറ്റ്? അത് ഇപ്പം US സ്കെഡ്യൂൾ വളരെ വളരെ ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂളാണ്. ഞങ്ങള് 12 ദിവസം കൊണ്ട് 4 സ്റ്റേറ്റ്സ് ഞങ്ങൾ കവർ ചെയ്യും. 4 സ്റ്റേറ്റ്സിലും അതും 8 ലൊക്കേഷനോളം. അതും വളരെ, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻസിലൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള എന്താ പറയാ പ്രത്യേക ഡിമാൻഡ്സോ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, കോപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ലാലേട്ടൻ ഞങ്ങളുടെ സഹകരിച്ചത്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. അതെനിക്ക് നേരിട്ട് എനിക്ക് അനുഭവിക്കാനും അല്ലെങ്കിൽ അതൊന്ന് കണ്ടു മനസ്സിലാക്കാനും പറ്റും. തീർച്ചയായിട്ടും അത് കേൾക്കുന്ന തന്നെ ഒരു സന്തോഷമാണ്. ശരിക്കും ആളെങ്ങനെ ടെൻഷനൊക്കെ ഉള്ള ആളാണോ? ടെൻഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നോട് പറയാം. അത് പുള്ളിക്കാരന് ടെൻഷൻ ഇല്ലാത്തതാണ്, നമുക്ക് ടെൻഷനാണ്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. ഈ NPTV ആണെങ്കിൽ കാശൊക്കെ കിട്ടി നല്ല നിലയിലായോ എന്ന് അറിയാനുള്ള ഒരു കൗതുകം ഞങ്ങൾക്ക് ലൂസിഫർ കഴിഞ്ഞപ്പോ ഒരു ചാനൽ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചോദിക്കണ്ടേ. നിങ്ങൾ നന്നായിട്ട് പോകുന്നല്ലോ അല്ലേ? നന്നായിട്ടെന്നുള്ളത് ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ലേയേഴ്സ് ഉണ്ട്. NPTVക്ക് അത്യാവശ്യം നല്ല റോൾ ഉണ്ടല്ലേ ഈ എംപുരാനിലും? എംപുരാനില് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിന്റെ ഒരു NPTV എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഒരു തീർച്ചയായും വലിയൊരു ഭാഗമാണ്. പിന്നെ എന്റെ സ്ക്രീൻ വൈഫായിട്ട് അഭിനയിക്കുന്ന നൈല ഉഷ, എന്റെ ചീഫ് എഡിറ്റർ ആയിട്ട് ഷീ ഈസ് ഓൾസോ വെരി ഗുഡ്. നല്ലൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. എന്റെ ക്യാരക്ടറിന് വളരെ ചെറിയൊരു സ്പേസേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ടെല്ലിംഗ്. സാരല്ല ജിജു, ഈ മുതലാളിമാർ എപ്പോഴും പിറകിലാണ് നിൽക്കുന്നത്. ഞങ്ങളെ പോലെയുള്ള ആക്ടേഴ്സ് ഒക്കെ അങ്ങനെ ഒരു പരാതിയില്ല, അങ്ങനെ ഒന്നുമില്ല. സിനിമ ഇസ് ബിഗർ ദാൻ ഓൾ ഓഫ് us. വ്യക്തികൾക്ക് മുകളിലാണുള്ള സിനിമ. സിനിമയ്ക്ക് എന്താണോ വേണ്ടിയത്, സ്ക്രിപ്റ്റ് എന്താണോ, അതുപോലെ മുരളി ഗോപിയുടെ ഞാനും പറയാൻ വിട്ടുപോയി. അങ്ങനെ ഇതിന്റെയൊക്കെ നമ്മൾ പൃഥ്വിരാജിനെ പറ്റി പറയുമ്പോൾ അതിനോടൊപ്പം പറയേണ്ട ഒരു പേരാണ് മുരളി ഗോപി. കാരണം അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള റൈറ്ററാണ്. കാരണം ആ ലെവലിലുള്ള റൈറ്റിംഗ്, ആ ലെവലിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ ഈ സ്കോപ്പിലുള്ള ഒരു സിനിമ എടുക്കാൻ പറ്റും. തീർച്ചയായും മെറ്റീരിയൽ ഫോർ ദാറ്റ്. സോ ഹാറ്റ്സ് ഓഫ് ടു ഹിം. താങ്ക് യു. എന്തായാലും ഇനി ഞങ്ങൾ അധികം നേരം പിടിച്ചിരുത്തിയാൽ എന്തുണ്ടാവും അറിയോ? എത്ര മണിക്കാണ് അവിടുത്തെ ടൈം? ഇവിടെ ഇപ്പോ 9 മണി ആവുന്നു. 9:30 ഷോ. എനിക്ക് 20 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. വേഗം പൊക്കോളൂ. ഒരു എന്താ പറയാ, വളരെ ഹാപ്പി വാച്ചിങ്. അവിടെ എന്താണെന്നറിയോ, ആ ഹാപ്പി വാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സിനിമ കാണുന്ന സന്തോഷമൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് ഒരു സിനിമ കാണുക, നമ്മൾ അണിയറയിൽ പ്രവർത്തിച്ച ഒരു സിനിമ ആഘോഷമായി അഭിമാനത്തോടെ കാണുക. അത് കാണുന്നില്ലാത്തോണ്ട് ഞങ്ങളും ബ്ലാക്ക് ആണ്. ഹൈഫൈവ് അടിച്ചിട്ടാണ് തുടങ്ങിയത്. All the best for the film. Thank you so much. അപ്പൊ നമുക്ക് ശ്രീജ, സിനിമ തുടങ്ങുന്നതിന് മുൻപ് അതുകൊണ്ട് പ്രേക്ഷകർ മനസ്സിലാക്കണം, ജോണിനോട് സിനിമയെ പറ്റി എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ PCR ഇറങ്ങി വന്ന് തല്ലുമായിരുന്നു. അതുകൊണ്ട് നന്നായി അദ്ദേഹം പോയത്.